ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നാളെ നടക്കും. മേടമാസത്തിലെ അവിട്ടം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കുന്നത്. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ആനച്ചമയ പ്രദർശനം നടന്നു. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ ആനച്ചമയ പ്രദർശനം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പ്രതിഷ്ഠാ ദിനത്തിനുള്ള ഭക്തി ഭോജനത്തിനായി ഉത്പന്ന സമർപ്പണവും നടന്നു. നമസ്കാരം. ഈ വർഷത്തെ ഉത്രാളിക്കാവ് ഭഗവതിയുടെ പ്രതിഷ്ഠാദിന മഹോത്സവം നാളെ ഞായറാഴ്ച വളരെ വിപുലമായി പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുകയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈയൊരു ആഘോഷത്തെ എല്ലാ ഭക്തജനങ്ങളുടെയും കട്ടക നിവാസികളുടെയും എല്ലാവിധ സഹകരണങ്ങളോടും കൂടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്. വളരെ വിപുലമായി 5000-ഓളം പേർക്ക് നടത്തുന്ന അന്നദാനം ഉൾപ്പെടെ 3 ആനകളോട് കൂടിയിട്ട് നടത്തുന്ന എഴുന്നള്ളിപ്പ്, പാണ്ടിമേളം, പഞ്ചാരിമേളം, വൈകിട്ട് നടത്തുന്ന പഞ്ചവാദ്യം, ഇത്തരത്തിൽ വളരെ വിപുലമായിട്ട് നടത്തുന്ന ഈ ചടങ്ങിൽ എല്ലാ ഭക്തജനങ്ങളുടെയും ദേശനിവാസികളുടെയും അകമഴിഞ്ഞ സഹായവും സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഞാൻ വിനീതമായി ഭഗവത് നാമത്തിൽ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. പുലർച്ചെ നിർമാല്യ ദർശനത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം എന്നിവയ്ക്ക് ശേഷം 8-ന് കളഭച്ചാർത്ത്, തുടർന്ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ തന്ത്രി പൂജ. നമസ്കാരം. ഉത്രാളിക്കാവ് പ്രതിഷ്ഠാദിനം നാളെയാണ്, ഞായറാഴ്ച മെയ് 10-ാം തീയതി അവിട്ടം നാളിലാണ്. മേടമാസത്തിലെ അവിട്ടം നാൾ. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി. ഭക്തജനങ്ങൾക്ക് ഭക്ഷണപ്പന്തൽ ഉൾപ്പെടെ ആനച്ചമയ പ്രദർശനം ഉത്രാളിക്കാവിലെ കൊല്ലത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠാനത്തിനോടനുബന്ധിച്ച് ആദ്യമായിട്ടാണ് ആനച്ചമയ പ്രദർശനം അതിഗംഭീരമായിട്ട് നടത്തുന്നത്. അതിന് ദേവസ്വമാണ് ഇപ്രാവശ്യം പ്രതിഷ്ഠാനത്തിന് ദേശനിവാസികളുടെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാവിധ ദേശനിവാസികളും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ദേവസ്വം ഓഫീസർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ ഒരുക്കങ്ങൾക്ക് ദേശനിവാസികളുടെ എല്ലാ സഹായവും ദേവസ്വം ബോർഡിനുണ്ട്. ഉത്രാളിക്കാവിലെ പ്രതിഷ്ഠാനം അതിഗംഭീരമായി 3 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി നാളെ രാവിലെ 9 മണിക്ക് പാഞ്ചാരിമേളത്തോടുകൂടി തുടക്കം കുറിക്കുകയും ഉച്ചയ്ക്ക് 4 മണിക്ക് പാണ്ടിമേളവും വൈകിട്ട് 7:30-ന് കോങ്ങാട് മധു തിരുമലയിലും കലാമണ്ഡലം കുട്ടിനാരായണ മണ്ഡലത്തിലും കൂടി അതിഗംഭീരമായ പഞ്ചവാദ്യവും ഉണ്ടായിരിക്കുന്നതാണ്. അതിഗംഭീരമായ അന്നദാനം ഉണ്ടാകുന്നതാണ്. 9-ന് പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളത്തോടെ ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള കാഴ്ചശിവേലി. 12-ന് കൈക്കൊട്ടിക്കളി, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്. വൈകിട്ട് 4-ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പാണ്ടിമേളം, ദീപാരാധന, നിറമാല, സമ്പൂർണ്ണ നെയ് ചുറ്റുവിളക്ക്, തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്. വൈകിട്ട് 7:30-ന് കോങ്ങാട് മധുമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെ കൂടി എഴുന്നള്ളിപ്പ്. രാത്രി കോമരത്തിന്റെ കൽപ്പന എന്നീ പരിപാടികൾ നടക്കും. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, BVOC, മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ മുകളിൽ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.